കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, ദൈവത്തിന് കൊടുക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ സഭയിൽ ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് സഭയിൽ കൊണ്ടുവരുന്ന പൈസ എങ്ങനെയാണ് സഭയ്ക്ക് പൈസ കൊടുക്കേണ്ടതെന്നും ആ പൈസ എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്നും ബൈബിൾ എന്താണ് പറയുന്നതെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ട് ബൈബിൾ എന്താണ് പറയുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് നമ്മുടെ സഭകളിൽ ലഭിക്കുന്ന പൈസ എന്താണ് ചെയ്യുന്നതെന്ന് അവർ തീരുമാനിക്കുന്നതനുസരിച്ചാണ് ചെയ്യുന്നത്. അതായത് സഭയിലുള്ള കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ പാസ്റ്ററോ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരോ തീരുമാനിക്കുന്നത് പോലെയാണ് പൈസ ഇന്ന് വിനിയോഗിക്കുന്നത്. എന്നാൽ സഭയിൽ ലഭിക്കുന്ന പൈസ എന്താണ് ചെയ്യേണ്ടതെന്ന് വേദപുസ്തകം എന്താണ് പറയുന്നത് എന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഈ വേദപുസ്തകത്തിൽ കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യലേഖനം 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യണം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരം അത് ഗലാത്യ സഭകളിൽ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നുവോ അതുപോലെ തന്നെ കൊരിന്ത്യ സഭകളിലും ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദ്രവ്യശേഖരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ 2 വചനങ്ങളിലും പറയുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരം എന്നാണ്. അത് 2 കൊരിന്ത്യലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. ഇവിടെ പറയുന്നത് വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മം, അതായത് വിശുദ്ധന്മാരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ധർമ്മശേഖരം എന്നാണ് പറയുന്നത്. ഇനി 9-ാം അധ്യായത്തിൻ്റെ 2 കൊരിന്ത്യലേഖനം 9-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവും ആകുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പണം ശേഖരിക്കുന്ന പണം എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അവിടെ മക്കതോന്യ സഭക്കാർ ചെയ്തത് വിശുദ്ധന്മാരെ സഹായിക്കാൻ വേണ്ടി അവരുടെ ദാരിദ്ര്യവും അവരുടെ കഷ്ടതയും അവർ അവഗണിച്ചുകൊണ്ട് യഹൂദിയയിലെ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ വിശുദ്ധന്മാർക്ക് സഹായം ചെയ്യാൻ വേണ്ടി അവർ പണം സ്വരൂപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ പണം സ്വരൂപിക്കുന്നത് വിശുദ്ധന്മാർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഈ 3 സ്ഥലത്ത് നമ്മൾ വായിച്ചത്. 1 വിശുദ്ധന്മാരുടെ സഹായത്തിന്, 2 വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടിയിട്ട്, മറ്റൊന്ന് നമ്മൾ വായിക്കുന്നത് വിശുദ്ധന്മാരെ വേണ്ടി നടത്തുന്ന ധർമ്മശേഖരം എന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറയാം. അത് 2 കൊരിന്ത്യലേഖനം 9-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. അവിടെ അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അപ്പോൾ സഭയിൽ കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് ഒരു മനുഷ്യൻ എത്ര കൊടുക്കണമെന്നാണോ ഹൃദയത്തിൽ തീരുമാനമെടുക്കുന്നത് അവൻ്റെ തീരുമാനമനുസരിച്ച് അവൻ കൊടുക്കട്ടെ എന്നാണ് പറയുന്നത്. വേറൊരാളുടെ സമ്മർദ്ദം കൊണ്ടോ നിർബന്ധം കൊണ്ടോ ദൈവസഭയിൽ പണം കൊടുക്കരുത്. പണം കൊടുക്കുന്നത് സന്തോഷത്തോടെ എത്ര രൂപ കൊടുക്കാനാണ് ഒരുവൻ്റെ ഹൃദയത്തിൽ തീരുമാനിക്കുന്നത് അതവൻ സന്തോഷത്തോടെ കൊടുക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ ഇന്ന് സ്തോത്രകാഴ്ചയും ദശാംശം എന്ന പേരിലുള്ള മാസപ്പിരിവും സ്വമേധാദാനം എന്നുള്ള പേരിലുള്ള പിരിവും ഇങ്ങനെ പല വിധത്തിലുള്ള പിരിവുകൾ നടത്തുന്നത് കൂടാതെ
നമ്മുടെ സഭയിലെ ഒരു സഹോദരനോ സഹോദരിക്കോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആശുപത്രിയിൽ രോഗിയായി കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പിരിവും കൂടി നടത്തും. അതായത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ദശാംശം എന്നൊരു പിരിവ്, സ്വോത്രകാഴ്ച എന്നൊരു പിരിവ്, മാസവരി എന്നൊരു പിരിവ്, അതുപോലെ സ്വമേധാദാനം എന്നൊരു പിരിവ്. ഈ പിരിവുകളെല്ലാം കൂടാതെ മറ്റൊരു പിരിവുണ്ട്. അതായത് നമ്മുടെ കൂട്ടു സഹോദരി സഹോദരന്മാർ ആരെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആ ചികിത്സാ ചെലവിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പിരിവ്. അങ്ങനെ നമ്മുടെ സഭകളിൽ എത്രയോ പിരിവുകളാണ് നടക്കുന്നത്. എന്നാൽ വേദപുസ്തകം പറയുന്നത് ഒരു ഒറ്റയ്ക്കൊരു പിരിവുള്ളൂ. അതെന്താണെന്നറിയോ? ഈ വിശുദ്ധന്മാരെ സഹായത്തിന് വേണ്ടിയിട്ടുള്ള പിരിവാണത്. അതെങ്ങനെയാണ് പിരിക്കേണ്ടതെന്നറിയാമോ? 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് അനുസരിച്ച് അവൻ്റെ കയ്യിൽ കരുതി വെക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഞായറാഴ്ച ദിവസം ആ ഒരാഴ്ചയിൽ അവന് എത്ര രൂപ വരുമാനമുണ്ടോ ആ വരുമാനത്തിൽ അവൻ്റെ കഴിവനുസരിച്ച് ഒരു വിഹിതം അവൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെക്കണം എന്നാണ് പറഞ്ഞത്. അതായത് കരുതി വെക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ കരുതി വെക്കുന്ന പണം വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അഥവാ വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടി എത്തിച്ചു കൊടുക്കുവാൻ പല സഹോദരന്മാരെയും പൗലോസ് അയക്കുകയും അതുപോലെ തന്നെ വേണ്ടി വന്നാൽ പൗലോസും കൂടെ പോകാം എന്നവരോട് പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് എന്നാ വെച്ചാൽ, വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ധർമ്മശേഖരം എന്ന് വേദപുസ്തകം പറയുന്നു. മറ്റൊന്ന്, ഈ ധർമ്മശേഖരം കൊണ്ട് വിശുദ്ധന്മാരെ സഹായിക്കണം എന്ന് വേദപുസ്തകം പറയുന്നു. ഈ ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കാനുള്ളതാണെന്ന് വേദപുസ്തകം പറയുന്നു. ഇത് ഗലാത്യ സഭകളിൽ പൗലോസ് ആജ്ഞാപിച്ചു. മക്കദോന്യ സഭകൾ അത് ചെയ്തു വരുന്നു. അഖായയിലുള്ളവരെ ഒരു 2 വർഷം മുമ്പ് മുതൽ അത് ചെയ്തു വരികയാണ്. ഇപ്പോൾ കൊരിന്ത്യരുള്ളവരോടും പൗലോസ് അത് തന്നെയാണ് പറയുന്നത്. അപ്പം എല്ലാ സഭകൾക്കും പൗലോസ് കൊടുക്കുന്ന നിർദ്ദേശം ഇതാണ്: നിങ്ങൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അവനവൻ്റെ പ്രാപ്തി പോലെ, അവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ സന്തോഷത്തോടെ എത്ര രൂപ കൊടുക്കാൻ അവന് മനസ്സുണ്ടോ അത്രയും രൂപ അവൻ്റെ കയ്യിൽ അവൻ സ്വയമായി കരുതി വെക്കണം. എന്നിട്ടത് പൗലോസ് വന്ന് അല്ലെങ്കിൽ മറ്റ് വിശുദ്ധന്മാർക്കുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി വരുന്ന സഹോദരന്മാരുടെ പക്കൽ ഇത് ഏൽപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ വിശുദ്ധന്മാരുടെ സഹായം എന്ന് പറഞ്ഞത് സ്വന്തം സഭയിലുള്ള സഹോദരന്മാരെ അല്ല, മറ്റ് സഭകളിലുള്ള അല്ലെങ്കിൽ സഭയിൽ നിന്ന് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയിട്ടുള്ള സഹോദരന്മാരായ വിശുദ്ധന്മാരെ സഹായിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഈ 2 കാര്യങ്ങളും പറയുന്നുണ്ട്. ഒന്ന്, അവസരം പോലെ നമ്മൾ എല്ലാവർക്കും നന്മ ചെയ്യണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പറയുന്നത് സഹവിശ്വാസികൾക്കും നന്മ ചെയ്യണമെന്നാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്. അപ്പം ഇവിടെ പറയുന്നത്, ഇപ്പം മക്കദോനിയയിലെ സഭയിലുള്ളവരും കൊരിന്തിലെ സഭയിലുള്ളവരെല്ലാം യെരുശലേമിലെ വിശുദ്ധന്മാർക്ക്, യഹൂദയിലെ വിശുദ്ധന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദ്രവ്യം ശേഖരിച്ചത് അല്ലെങ്കിൽ പണം സമ്പാദിച്ചത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അവരുടെ സഭയിലെ സഹോദരന്മാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ മാത്രമല്ല, മറ്റുള്ള സഭകളിലെ സഹോദരന്മാരുടെ വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുവാൻ കഴിവുള്ള സഭക്കാര് കഴിവില്ലാത്ത സഭകളിലേക്ക് പൈസ കൊടുത്ത് സഹായിച്ചു എന്നാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ടോ? നമ്മുടെ കൂട്ടായ്മയ്ക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടെങ്കിൽ വരുമാനമില്ലാത്ത ചെറിയ കൂട്ടങ്ങൾക്ക് ഒരു സഹായം ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇടയിൽ കാണുന്നുണ്ടോ? ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്നാ വെച്ചാൽ, ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആ രീതി അനുസരിച്ച് അല്ലെങ്കിൽ ആ വ്യവസ്ഥ അനുസരിച്ചല്ല നമ്മൾ ഇന്ന് സഭയിൽ പൈസ കൊടുക്കുന്നതും ആ പൈസ വിനിയോഗിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ദൈവസഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ സഭയാണ്. കർത്താവിൻ്റെ സഭയിൽ പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അല്ലെങ്കിൽ പണം എങ്ങനെ കൊടുക്കണമെന്നും ലഭിക്കുന്ന പൈസ സഭ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും കർത്താവിൻ്റെ വചനത്തിലുള്ള നിർദ്ദേശം അനുസരിച്ച് വേണം ചെയ്യാൻ എന്നാണ് ഞാനീ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്ന് ഈ നമ്മുടെ കൂട്ടായ്മകളെല്ലാം ഈ സ്വയം സന്ധാരണ സഭകളാണ്. അതായത് പാസ്റ്ററും പാസ്റ്റർ കുടുംബവും
അങ്ങനെ പാർസനേജ് താമസിച്ചുകൊണ്ടാണ് സഭയുടെ ക്രമീകരണങ്ങൾ അനുസരിച്ച് സഭയെ നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പാസ്റ്റർ കുടുംബത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം സഭ ചെയ്യേണ്ടതുണ്ട്. അത് സാമ്പത്തിക സഹായം പാസ്റ്റർക്ക് ചെയ്യുന്നത് ആ പാസ്റ്ററുടെ ബുദ്ധിമുട്ടുകൾ, ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ദശാംശം എന്ന പേരിൽ, സ്വമേധാദാനം എന്ന പേരിൽ, മാസവരി എന്ന പേരിൽ, സ്തോത്രകാഴ്ച എന്ന പേരിൽ ഇങ്ങനെ പല വിധത്തിലുള്ള പിരിവുകൾ നടത്തുകയും അതിന് പുറമെ മറ്റ് ആവശ്യങ്ങൾക്ക്, അതായത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായിരിക്കുന്ന ഏതെങ്കിലും സഹോദരി സഹോദരന്മാരെ സഹായിക്കാൻ വേണ്ടി വേറൊരു പിരിവും, അങ്ങനെ പിരിവെടുക്കുവാൻ വേദപുസ്തകം നമുക്ക് അനുവാദം തരുന്നില്ല. അപ്പോൾ വാസ്തവത്തിൽ ഒരു പിരിവ് എടുക്കുക, അതായത് ധർമ്മശേഖരം, ആ ധർമ്മശേഖരം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം തോറും അവനവൻ്റെ കഴിവനുസരിച്ച് അവൻ്റെ കയ്യിൽ കരുതി വെക്കണം. വിശുദ്ധന്മാർക്ക് കൊടുത്തയക്കാനുള്ള സന്ദർഭം വരുമ്പോൾ അത് അവർക്ക് കൊടുത്തയക്കണം എന്നാണ് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് സൗരസാരന്മാരെ, ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്നത്തെ കാലത്ത് കാണുന്ന സമ്പ്രദായത്തെക്കുറിച്ചല്ല, മറിച്ച് ആദ്യ നൂറ്റാണ്ടിലെ സമ്പ്രദായത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിൽ നിന്ന് നമ്മുടെ സഭകളൊക്കെ ഒത്തിരി വിദൂര അവസ്ഥയിലേക്ക് മാറിപ്പോയി എന്നുള്ളത് കഷ്ടമായ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ഈ സ്തോത്രകാഴ്ച കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ സഭയിലേക്ക് സംഭാവന കൊടുക്കുന്നത്, കൊടുക്കേണ്ട രീതി ഇതാണ്. ഒരു മനുഷ്യൻ എത്ര രൂപ കൊടുക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്, ദശാംശമല്ല, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ എത്ര രൂപ കൊടുക്കാനാണോ അവന് ഇഷ്ടമുള്ളത്, സന്തോഷത്തോടെ കൊടുക്കാൻ അവന് എത്ര രൂപ കൊടുക്കാൻ പറ്റുമോ അത്രയും രൂപ, അതാണ് കൊടുക്കാനുള്ള മാനദണ്ഡം. രണ്ടാമത്തെ കാര്യം, ഈ ലഭിക്കുന്ന പൈസ ഉപയോഗിക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ പിരിക്കുന്ന സഭകളിലുള്ള വിശുദ്ധന്മാർക്ക് മാത്രമല്ല, മറ്റ് ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലുമായിരിക്കുന്ന വിശുദ്ധന്മാർക്കും ഈ സഹായം ചെയ്യുവാൻ അവർ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. ഈ കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവിടെ ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതല്ലാതെ മറ്റൊരു കാര്യം കൂടി അതുകൊണ്ട് സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണമാകും. അതായത് ഞാനിങ്ങനെ പറയാം, ഇപ്പം നമ്മുടെ കൂട്ടായ്മകളിൽ അന്ന് പിരിവെടുത്തിട്ട് ആ പിരിവ് ബുദ്ധിമുട്ടിലിരിക്കുന്ന മറ്റൊരു സഭയിലെ സഹോദരി സഹോദരന്മാർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് പരിഹരിച്ച നമ്മളെ ഓർത്ത് ദൈവത്തിന് ആ സഭയിലുള്ളവർ സ്തോത്രം ചെയ്യും എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഈ സഭയിൽ കിട്ടുന്ന പൈസ വേദപുസ്തകം പറയുന്ന വിധത്തിലാണ് വിനിയോഗിക്കുന്നതെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീരും. 2, അവർ സന്തോഷമുള്ള ഒരു ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് അനവധിയായി സ്തോത്രം ചെയ്യും. അപ്പൊ ദൈവത്തിന് സ്തോത്രം വരാൻ അതൊരു കാരണമാകും. അതുപോലെ തന്നെ വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കാനും അതൊരു കാരണമാകും. അപ്പൊ അതുകൊണ്ട് ഈ വേദപുസ്തക വ്യവസ്ഥ പ്രകാരം കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിന്റെ നിശ്ചയം. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് സൗരസൗരന്മാരെ, ഈ വേദപുസ്തകം നമുക്ക് തന്നിരിക്കുന്നത് സഭയുടെ ക്രമീകരണങ്ങൾ വേദപുസ്തകത്തിന്റെ മാനദണ്ഡത്തിൽ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഉപദേഷ്ടാക്കന്മാർ പറയുന്നത് അതേപടി സ്വീകരിക്കാതെ ഈ വേദപുസ്തകം എന്തു പറയുന്നുവോ അതിനോട് അനുകൂലപ്പെട്ടുകൊണ്ട് അതിൻ്റെ വ്യവസ്ഥ പ്രകാരം സഭയ്ക്ക് പണം കൊടുക്കുകയും ആ കൊടുക്കുന്ന പണം ഇതിൽ പറയുന്ന വ്യവസ്ഥ പ്രകാരം വിനിയോഗിക്കുകയും ചെയ്താൽ അത് ദൈവത്തിന് അനവധി സ്തോത്രം വരികയും ദൈവം മഹത്വപ്പെടുകയും വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ടിലിരിക്കുന്ന വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് ഏറ്റവും പ്രസാദകരമായ ഒരു കാര്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയാണ് സഭയിൽ പൈസ കൊടുക്കേണ്ടതെന്നും കൊടുക്കുന്ന പൈസ എന്തിനു വേണ്ടി വിനിയോഗിക്കണമെന്നും ഉള്ള കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് ഇത് കേട്ട നിങ്ങളോട് ഞാൻ പറയുന്നത്, ദൈവവചനപ്രകാരമാണോ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതെന്ന് നിങ്ങൾ ശോധന ചെയ്യുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് ഈ വീഡിയോ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം.
അതുപോലെ ഇത് മറ്റുള്ളവർക്കും കൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സഹോദരന്മാർക്ക് ഇത് ഷെയർ ചെയ്യണം എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ദൈവം നമ്മളെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.